അയൽവാസികളായ മധ്യവയസ്കനും മകനും ചേർന്ന് മാനസിക വളർച്ചയെത്താത്ത 12 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് പരാതിക്കാരെ പോലീസ് അപമാനിച്ചത്. കുട്ടിയും മാതാവും ഞായറാഴ്ച വൈകിട്ട് കുന്നംകുളം CI ഓഫീസിലെത്തി മൊഴി നൽകിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം സംഭവ സമയത്ത് കുട്ടി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എടുക്കാൻ നെല്ലുവായിലെ വീട്ടിലെത്തിയ കുട്ടിയെയും അമ്മയെയും പ്രതികളും അയൽവാസികളായ BJP പ്രവർത്തകരും ചേർന്ന് തടഞ്ഞുവെച്ചു. പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 30-ലധികം പേർ അസഭ്യവർഷം നടത്തി. വണ്ടി തടഞ്ഞു നിർത്തിയത് ഈ പ്രതിയുടെ ചേട്ടനും അമ്മയും കുറച്ച് ബന്ധുക്കളും പിന്നെ ഒരു 10-30ഓളം വരുന്ന BJP പ്രവർത്തകരും. ഇവർ ഗർഭാപ്പസി പ്രകാരം RSSലേക്ക് മുസ്ലിമിൽ നിന്ന് ഹിന്ദുക്കളിലേക്ക് വന്നിട്ടുള്ളൊരു ഫാമിലിയും കൂടിയാണ്. ഇവരെല്ലാവരും കൂടി പറഞ്ഞു ഞാനും എൻ്റെ മോളും ഇവർക്കെതിരെ വ്യാജമായ കേസാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങളാരും ജീവനോടൊന്നും ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല പറഞ്ഞിട്ട് കാറിന് ചുറ്റും കിടന്ന് ബഹളം ഉണ്ടാക്കുക, വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കത്തിയൊക്കെ വടിവാൾ പോലത്തെ നീളമുള്ള ഒരു ആയുധമായിട്ട് ഒരാൾ തടിച്ചിട്ട്, എനിക്ക് അയാളുടെ പേരറിയില്ല, അയാൾ വന്നിട്ട് കാറിൽ ശക്തമായിട്ട് അടിച്ചു. എരുമപ്പെട്ടി പോലീസിനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും 1 മണിക്കൂറിന് ശേഷമാണ് ഇവരെത്തിയത്. വീട്ടിലെത്തിയ അഡീഷണൽ SI TD ജോസ് തന്നോടും മകളോടും അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്നാണ് വീട്ടമ്മയുടെ പരാതി. എൻ്റെ മോളേനെ ഡോർ തുറന്ന് പിടിച്ചു വലിച്ച് ഇറക്കി. എന്നിട്ട് ഇത്രയും തകർന്നിരിക്കുന്ന എൻ്റെ മോളോട് ചോദിക്കുക, നീ ഇപ്പോൾ ഫീൽഡിൽ ഇറങ്ങിയോ എന്ന് ചോദിച്ചു. എൻ്റെ മോളേനെ നിന്നെ ആരൊക്കെ പീഡിപ്പിച്ചേ പറയേ, ഞാനും കൂടി കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ പോലീസാണോ എന്താണ് ഞാൻ നോക്കില്ല, എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. എനിക്ക് ഈ സിറ്റുവേഷനിൽ പോലീസിൽ പരാതിപ്പെട്ടത് എൻ്റെ ഒരു ഗതികേടുകൊണ്ടാണ്. ഓരോ അമ്മമാരും ജനലിൽ കെട്ടിത്തൂക്കണതൊക്കെ ഇത്രയും സന്ദർഭങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എരുമപ്പെട്ടി സ്റ്റേഷനിലെ അഡീഷണൽ SI ജോസിനെതിരെ വീട്ടമ്മ കുന്നംകുളം CIക്കും DYSPക്കും പരാതി നൽകി. തടഞ്ഞുവെച്ച് അതിക്രമം നടത്തിയ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 7 പേർക്കും മറ്റ് 30 പേർക്കും എതിരെ കേസെടുത്തു. ഇതേ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നൽകിയ കേസിൽ പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. റിപ്പോർട്ടർ, തൃശൂർ.